DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മാർച്ച് മാസം പകുതിയായതോടെ സംസ്ഥാനത്തെ വിവിധ ക്ഷേമ ആനുകൂല്യങ്ങളുടെ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുന്നതിൻ്റെ വിശദ വിവരങ്ങളാണ് വീഡിയോ വഴി ഷെയർ ചെയ്യുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാനത്ത് വിവിധ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ കുടിശ്ശിക ഉണ്ടായിരിക്കുന്നത് നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് പെൻഷനുകൾക്കാണ്. നിലവിൽ 18 മാസത്തോളം പെൻഷൻ കുടിശ്ശികയാണ് നിർമ്മാണ തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ളത്. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ 5 മുതൽ 8 വരെ മാസത്തെ കുടിശ്ശിക പെൻഷൻ ഒരുമിച്ച് മാർച്ച് മാസത്തിൽ വിതരണം ചെയ്യുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുന്നുവെന്ന ആശ്വാസ വാർത്തയാണ് ഇപ്പോൾ എത്തുന്നത്. മാർച്ച് മാസം അവസാനത്തോടുകൂടി തന്നെ 5 മാസം മുതൽ 8 മാസം വരെയുള്ള കുടിശ്ശിക തുക ഒരുമിച്ച് ചേർത്ത് നിർമ്മാണ തൊഴിലാളികൾക്ക് വിതരണം ചെയ്യുമെന്ന സൂചനകളാണ് എത്തിയിരിക്കുന്നത്. കുടിശ്ശിക പെൻഷൻ ആയതിനാൽ ഓരോ മാസവും 1600 രൂപ വീതമുള്ള തുകയായിരിക്കും ഒരുമിച്ച് ചേർത്ത് വിതരണം ചെയ്യുക. കൃത്യമായി എത്ര മാസത്തെ കുടിശ്ശികയാണ് ഒരുമിച്ച് വിതരണം ചെയ്യുക എന്നും മാർച്ച് മാസത്തിലെ ഏത് തീയതിയിലാണ് വിതരണം ചെയ്യുക എന്നുമുള്ള ഔദ്യോഗിക അറിയിപ്പ് അടുത്തു തന്നെ ക്ഷേമനിധി ബോർഡിൽ നിന്നും വരുന്നതാണ്. തീയതി അറിയിപ്പ് വന്നാൽ കൃത്യമായി തന്നെ നിങ്ങളെ അറിയിക്കുന്നതുമാണ്. രണ്ടാമതായി, ഈ വർഷം സർക്കാർ പുതുതായി ആരംഭിച്ച മാസം 1000 രൂപ ലഭിക്കുന്ന കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ വിതരണം മാർച്ച് 10 മുതൽ സംസ്ഥാനത്ത് ആരംഭിച്ചിരിക്കുകയാണ്. 18 മുതൽ 30 വയസ്സുവരെയുള്ള ഏകദേശം 46,000 പേരുടെ അക്കൗണ്ടുകളിലേക്ക് 1000 രൂപ വീതമാണ് മാർച്ചിൽ എത്തിയത്. ഈ പദ്ധതിയോടൊപ്പം തന്നെ സർക്കാർ ഈ വർഷം ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ തുകയും അടുത്ത ആഴ്ചയോടെ വിതരണം ആരംഭിച്ചേക്കും. സ്ത്രീ സുരക്ഷാ പെൻഷൻ പുതുതായി അപേക്ഷിച്ച ഒട്ടേറെ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ അംഗീകാരം നൽകിയതിനാൽ ഇത്തവണ 20 ലക്ഷത്തിനടുത്ത് സ്ത്രീകൾക്ക് 1000 രൂപ വീതം ലഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അടുത്ത ആഴ്ചയോടെ എത്തുമെന്നാണ് അറിയുന്നത്. 62 ലക്ഷത്തോളം പേർക്ക് ലഭിക്കുന്ന വിവിധ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളുടെ മാർച്ച് മാസത്തെ വിതരണവും ഇത്തവണ കുറച്ച് നേരത്തെ നടന്നേക്കും. ഇലക്ഷൻ പ്രഖ്യാപനം വന്നാൽ തിരഞ്ഞെടുപ്പ് ചട്ടത്തിൽ കുടുങ്ങി മാർച്ച് പെൻഷൻ വിതരണം തടസ്സപ്പെടാതിരിക്കുവാനായി സംസ്ഥാന സർക്കാർ നേരത്തെ തന്നെ മാർച്ച് മുതൽ മെയ് മാസം വരെയുള്ള ക്ഷേമ പെൻഷൻ വിതരണത്തിന്റെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുണ്ട്. അതിനാൽ ഇനി പ്രത്യേക ഉത്തരവിറക്കാതെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ആരംഭിക്കുവാനും കഴിയും. റംസാൻ പെരുന്നാളൊക്കെ കണക്കിലെടുത്ത് അടുത്ത ആഴ്ച ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുവാനുള്ള ചെറിയ സാധ്യതയുമുണ്ട്. അല്ലാത്തപക്ഷം അതിനടുത്ത ആഴ്ച ആദ്യം തന്നെ സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകളുടെ വിതരണവും ആരംഭിക്കുന്നതാണ്. വിധവാ പെൻഷൻ, അവിവാഹിത പെൻഷൻ എന്നിവ വാങ്ങുന്ന 60 വയസ്സിൽ താഴെ മാത്രം പ്രായമുള്ള ഗുണഭോക്താക്കൾ എല്ലാ വർഷവും നൽകാറുള്ള സാക്ഷ്യപത്രം 2025-26 സാമ്പത്തിക വർഷത്തിൽ നൽകിയിട്ടില്ലെങ്കിൽ ഈ മാർച്ച് 31-നകം നൽകുവാൻ ശ്രദ്ധിക്കുക. ക്ഷേമ പെൻഷനുകളുടെ തീയതി അറിയിപ്പുകൾ എത്തിയാലുടൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നതാണ്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.